96-ൽ ഇടതുപക്ഷത്തിന് ഇന്ത്യയെ നയിക്കാൻ ഒരു അവസരം വന്നിരുന്നു. ജ്യോതി ബസുവിനെയാണ് മിക്കവാറും കക്ഷികളെന്ന് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. പക്ഷേ CPM അതിനോട് അനുഗുണമായി പ്രതികരിച്ചില്ല. പിന്നീട് ചരിത്രപരമായ വിഡ്ഢിത്തമെന്ന് ജ്യോതി ബസു തന്നെ ആ തീരുമാനത്തെ വിശേഷിപ്പിക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്ന് നിലപാടുള്ള നേതാക്കളിൽ ഒരാളായിരുന്നു യെച്ചൂരി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അന്ന് പക്ഷേ പാർട്ടി വ്യത്യസ്തമായ സമീപനം എടുത്തു. 2004-ൽ UPA ഉണ്ടായി. പക്ഷേ 2008-ൽ പിന്തുണ പിൻവലിച്ചു. പിന്തുണ പിൻവലിക്കുന്ന ഘട്ടത്തിൽ പിന്തുണ പിൻവലിക്കുകയല്ല വേണ്ടത് എന്ന നിലപാടുള്ള നേതാവായിരുന്നു യെച്ചൂരി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആ തരത്തിൽ ഒരു പക്ഷേ കടുത്ത ശാഠ്യമുള്ള നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനായിരുന്നോ യെച്ചൂരി? ആ യെച്ചൂരി ലൈനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രായോഗികമാക്കിയിരുന്നത് എങ്കിൽ ഒരു പക്ഷേ ഇന്ത്യൻ ഇടതുപക്ഷം ഇന്ന് ഇതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലാകുമായിരുന്നോ? നമുക്ക് നോക്കേണ്ടുന്നത് ഈ 2004-ലെ സന്ദർഭത്തിൽ ഈ ആണവ കരാറുമായിട്ടുള്ള ചർച്ച, ഇന്ത്യ അമേരിക്ക ആണവ കരാറുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും ശ്രീ പ്രണാബ് മുഖർജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുമായി ഇടത് നേതാക്കന്മാർ സംസാരിക്കുമ്പോഴൊക്കെ തന്നെ വളരെ പ്രായോഗികമായ സമീപനം സഖാവ് സീതാറാം യെച്ചൂരിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ അദ്ദേഹം പലപ്പോഴും സ്വകാര്യമായി എന്നോടും അതുപോലെ തന്നെ അന്ന് RSPയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് TJ ചന്ദ്രചൂഡൻ സാറിനോടും പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയത്തിലല്ല നമ്മൾ പിന്തുണയെ പറ്റി പുനരാലോചിക്കേണ്ടുന്നത്. അത് മറ്റെത്രയോ ജനകീയ വിഷയങ്ങളുണ്ട്. കാരണം ഈ വിഷയം ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് നമുക്ക് വളരെ പരിമിതികളുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ചർച്ചയിലേക്കായിരിക്കണം നമ്മൾ പോകേണ്ടുന്നത് എന്ന് ഈ കോൺഗ്രസ് നേതാക്കന്മാരെ കാണാൻ പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. വിശേഷിച്ചും ഈ 1-2-3 എഗ്രിമെൻറ്റ്, ആ എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ സമയത്ത്. രണ്ടാമത് അഭിലാഷ് ചോദിച്ചൊരു ചോദ്യം, ഈ പ്രായോഗിക രാഷ്ട്രീയം അദ്ദേഹം മുന്നോട്ട് വെച്ചത് പൂർണ്ണമായും ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ഇന്ത്യൻ ഇടതുപക്ഷത്തിന് കുറച്ചുകൂടി സ്പേസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കിട്ടും എന്നുള്ളത്. നമുക്ക് പാർലമെൻ്ററി പ്രാതിനിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ചോദ്യം വന്നത് എന്ന് ഞാൻ മനസ്സിലാക്കും. ഇന്ത്യയിൽ ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലാളി സംഘടനകൾ ഇടതു പാർട്ടികൾ നേതൃത്വം നൽകുന്നതാണ്. ഈ രാജ്യത്ത് നടക്കുന്ന കർഷക സമരത്തിൻ്റെ മുന്നിൽ ഇടതു പാർട്ടികളോട് ആഭിമുഖ്യമുള്ള കർഷക സംഘടനകളുണ്ട്. ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥി വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സമരം സ്പാർക്ക് ഓഫ് ചെയ്യുന്നുണ്ടെന്നെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയുണ്ട്. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന യുവജന സമരങ്ങൾ ഇതുപോലെ തന്നെ കത്തിച്ചെടുക്കുന്ന കാര്യത്തിൽ ഇടത് ആഭിമുഖ്യമുള്ള യുവജന സംഘടനകൾക്കൊരു വലിയ കഴിവുണ്ട്, ഒരു വലിയ റോളുണ്ട്. എന്ന് വെച്ചാൽ ബഹുജന സംഘടനകളെ അവരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി സജീവമാക്കി നിലനിർത്തുന്ന കാര്യത്തിൽ ഇടതു പാർട്ടികൾ സജീവമായിരിക്കണം എന്നുള്ളതിന് വളരെ വലിയൊരു നിദർശന സഖാവ് സീതാറാം യെച്ചൂരി തന്നെയാണ്. അദ്ദേഹം നടത്തുന്ന ഇടപെടലുകൾ, ആ വിഭാഗങ്ങളുമായി അദ്ദേഹം നടത്തുന്ന ഇൻ്ററാക്ഷനുകൾ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ആ അഭിപ്രായം പറയുന്നതിലുള്ള കഴിവ്. ഈ 2024-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ദൂരദർശനിലും ആകാശവാണിയിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ അഭിപ്രായം പറയുന്നതിനുള്ള അവകാശം പാർട്ടികളുടെ ശക്തിക്കനുസരിച്ചുള്ള സമയം നമുക്ക് തരും. അക്കാര്യത്തിൽ രണ്ട് നേതാക്കന്മാരുടെ പ്രസംഗമാണ് ദൂരദർശനും ആകാശവാണി എഡിറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടത്. അതിലൊന്ന് സീതാറാം യെച്ചൂരിയുടേതും ഒന്ന് എൻ്റെ പ്രസംഗവുമാണ് എഡിറ്റ് ചെയ്യാൻ അവർ ആവശ്യപ്പെട്ടത്. എൻ്റെ പ്രസംഗത്തിൽ നിന്ന് പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഭാഗത്ത് മുസ്ലിം എന്ന വാക്ക് ഒഴിവാക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. അതേസമയം സീതാറാം യെച്ചൂരിയുടെ പ്രസംഗത്തിനകത്ത് അവരാവശ്യപ്പെട്ടത് ഏകാധിപത്യ ഭരണം, കാടൻ നിയമങ്ങൾ, ഈ വാക്കുകളൊക്കെ ഒഴിവാക്കണമെന്നാണ്. ഇതറിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, സഖാവ് എന്നൊക്കെ നിങ്ങളുടെ പ്രസംഗത്തിൽ ഇങ്ങനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ എന്നോട് പറഞ്ഞു, പക്ഷേ ഞാനത് സ്റ്റുഡിയോയിൽ ടെലികാസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോഴാണ് എന്നോട് പറയുന്നത്. അവിടെ പിന്നെ മറ്റു ഓപ്ഷൻ ഇല്ല. മാത്രമല്ല ഞാനതിന് വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ സംസാരിക്കാനുള്ള അവസരമാണ് നമുക്ക് നഷ്ടമാകുന്നത്. അതുകൊണ്ട് അതിന് പകരം പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി എന്നാക്കി എനിക്ക് പറയേണ്ടി വന്നു എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അതായത് വിട്ടുവീഴ്ചയില്ലാത്ത അദ്ദേഹത്തിൻ്റെ ഒരു മനോഭാവം, നമ്മൾ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തേണ്ടതിനെ സംബന്ധിച്ച് നേരത്തെ കൂടി തന്നെ അദ്ദേഹത്തിനൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതൊരു ചെറിയ ഘടകമല്ല. അത് ഞാൻ ഈ പറഞ്ഞ 2004-ലെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള UPA രൂപീകരണം, ഈ ഇടത് കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കി എന്നുള്ളത് മാത്രമല്ല, UPA രൂപീകരണം ഒന്നില്ല. UPA എന്നില്ലല്ലോ, നിലവിലില്ല. UPA എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടാക്കണമെന്നും അതിനെയായിരിക്കും ഇടതുപക്ഷം പിന്തുണയ്ക്കുമെന്നുള്ളതും ആ പ്രായോഗികമായ ഒരു രാഷ്ട്രീയം കോൺഗ്രസിനെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ വിജയിച്ച നേതാവാണ് അദ്ദേഹം.
അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ പന്ഥാവിലൂടെ കുറച്ചുകൂടി മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഈ കാര്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സ്പേസ് കുറച്ചുകൂടി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായും. കാരണം ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന് ഇടപെടാൻ കഴിയുമായിരുന്നു. ഇപ്പോഴും നോക്കൂ, പാർലമെൻറ്റിൽ വലിയ ശക്തിയൊന്നുമില്ലെങ്കിൽ പോലും ഇന്ത്യ മുന്നണിയുടെ രൂപീകരണ വേളയിലും ഇന്ത്യ മുന്നണിയുടെ അഭിപ്രായ സ്വരൂപീകരണ അവസരങ്ങളിലുമൊക്കെ തന്നെ സഖാവ് സീതാറാം യെച്ചൂരിക്ക് കിട്ടുന്ന പ്രാധാന്യം, അല്ലെങ്കിൽ ഇടതു നേതാക്കൾക്ക് കിട്ടുന്ന ഒരു അഭിപ്രായ പ്രകടനത്തിലുള്ള സ്വാതന്ത്ര്യം, അത് ഉറപ്പിച്ചെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ തീർച്ചയായും. അത് ഇന്ത്യ മുന്നണിയുടെ രൂപീകരണ വേളയിൽ യെച്ചൂരിക്ക് ഒരു സേ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുമായി വ്യക്തിബന്ധവും അദ്ദേഹം കീപ്പ് ചെയ്യുന്നുണ്ട്.